അശ്വതി, ഭരണി, കാർത്തിക, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ചിത്തിര, ചോതി, വിശാഖം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ നവംബർ മാസം 12-ാം തീയതി ബുധനാഴ്ച അതിപ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ ഓരോ മാറ്റങ്ങളും 27 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. പലപ്പോഴും ചൊവ്വയെ മോശം ഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് എങ്കിലും ഓരോ സമയത്തെ ചൊവ്വയുടെ സ്വാധീനത്തിനനുസരിച്ച് ഫലങ്ങൾ ഗുണകരമായും ദോഷകരമായും വന്നേക്കാം. അതായത് എപ്പോഴും ദോഷങ്ങൾ മാത്രമല്ല, ഗുണവും മനുഷ്യർക്ക് നൽകുന്ന ഒരു ഗ്രഹം തന്നെയാണ് ചൊവ്വ. അപ്രകാരം നോക്കുമ്പോൾ ഈ നവംബർ മാസം 12-ാം തീയതി ബുധനാഴ്ച ചൊവ്വയുടെ സംക്രമണം വളരെയധികം മാറ്റങ്ങളാണ് ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ചൊവ്വയുടെ സ്വാധീന ഫലമായി ഈ നവംബർ മാസം 12-ാം തീയതി ബുധനാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 9 നക്ഷത്രക്കാർക്കും നവംബർ 12-ാം തീയതി ബുധനാഴ്ച ചൊവ്വയുടെ സ്വാധീനം വളരെ ഗുണകരമായ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ ഒന്നാമതായി ചൊവ്വയുടെ സംക്രമണം ഗുണകരമായി ബാധിക്കുന്നതിനാൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ നവംബർ മാസം 12-ാം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ വന്നു ചേരുന്നത് കാണുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിയിൽ പിറന്ന ഈ 3 നക്ഷത്രക്കാർക്കും നിരവധി ഭാഗ്യങ്ങളായിരിക്കും ഈ ചൊവ്വയുടെ ഗുണകരമായ സ്വാധീനത്താൽ വന്നു ചേരുന്നത്. പലപ്പോഴും ജീവിതത്തിലെ ചില സുപ്രധാന കാര്യങ്ങൾ ഭാഗ്യക്കേട് കൊണ്ട് മാത്രം തട്ടിത്തെറിപ്പിക്കപ്പെട്ട തരത്തിലുള്ള അവസ്ഥകൾ അനുഭവിച്ചിട്ടുള്ളവരാണ് പല മേടം രാശിക്കാരും. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എന്തോ ഒരു കാര്യം നേടിയെടുക്കുവാനായി കഠിന പരിശ്രമത്തിലാണ്. അതൊരു പക്ഷേ ഒരു ജോലിയോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു അംഗീകാരമോ ആകാം. എന്തുതന്നെയായിരുന്നാലും ആ ഒരു കാര്യം നേടിയെടുക്കുവാനായി നിങ്ങൾ കഠിനമായി പരിശ്രമിച്ചെങ്കിലും പലപ്പോഴും നിങ്ങൾക്ക് അതിൽ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നാൽ ചൊവ്വയുടെ സംക്രമണം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്ന ഈ ഒരു സമയത്ത് ചില മേടം രാശിക്കാർക്ക് ഇതുവരെ ലഭിക്കാതിരുന്ന ചില കാര്യങ്ങൾ ഒരു അത്ഭുതമെന്ന രീതിയിൽ നേടിയെടുക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലികൾ പോലെയുള്ള തുടർ പരിശ്രമം ആവശ്യമായുള്ള ചില ജോലികൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പരിശ്രമമുണ്ടെങ്കിൽ തീർച്ചയായും അതിലൊരു വിജയം കരസ്ഥമാക്കുവാൻ കഴിയും. മറ്റുള്ള കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും ഈ നവംബർ മാസം 12-ാം തീയതി ബുധനാഴ്ച ജോലി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള യോഗം വളരെയധികമാണ്. ഇനി ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് മേടം രാശിയിൽ പിറന്ന മക്കളുടെ ജീവിതത്തിലെ ഒരു നല്ല കാലം കാണുവാനായി വളരെയധികം ആഗ്രഹിക്കുകയും അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള മക്കൾക്ക് വേണ്ടി അത്രയധികം ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏതൊക്കെയോ മാതാപിതാക്കൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ ജീവിതത്തിലെ ഒരു പുരോഗതി എന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. അത്തരത്തിലുള്ള ഒരു മാതാവോ പിതാവോ ആണ് നിങ്ങളെങ്കിൽ മേടം രാശിയിൽ പിറന്ന നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങളുടെ കുടുംബം തന്നെ ഒരു ഉയർച്ചയിലേക്ക് എത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് അച്ചിട്ടാണ്. അതുപോലെ തന്നെ
ഇപ്പോൾ ഈ അധ്യായം കേട്ടുകൊണ്ടിരിക്കുന്ന മേടം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് സന്തോഷമെന്നത് അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് കുറച്ച് നാളുകളായി ജീവിതത്തിലുള്ളത്. അതായത് മാനസികമായി എന്തൊക്കെയോ തരത്തിലുള്ള പിരിമുറുക്കങ്ങളും മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളുമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ ഈ ചൊവ്വയുടെ സംക്രമണം നിങ്ങൾക്ക് ഭാഗ്യമായി എത്തുന്ന ഈ സമയത്ത് വളരെയധികം മനസമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാനും ഒപ്പം തന്നെ മികച്ച ആരോഗ്യസ്ഥിതി കൈവരിക്കുവാനും ഭാഗ്യമുണ്ടാകും. ഇതിൽ തന്നെ ഈ നവംബർ മാസം 12-ാം തീയതി ബുധനാഴ്ച ചില മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് എന്തൊക്കെയോ തരത്തിലുള്ള ശുഭവാർത്തകൾ കേൾക്കുവാനും ഒപ്പം തന്നെ നിങ്ങൾ അത്രയധികം ആഗ്രഹിച്ച ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട്. അതായത് ഈ നവംബർ 12-ാം തീയതി ബുധനാഴ്ച നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാവുകയും നിരവധി നേട്ടങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സാമ്പത്തികമായൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു വരികയും കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടി ജീവിതത്തിൽ നട്ടം തിരികുകയും ചെയ്തിരുന്ന മേടം രാശിയിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയത്ത് പല വിധത്തിലും സാമ്പത്തികമായ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറിയ രീതിയിലുള്ള സന്തോഷമായിരുന്നാൽ പോലും അതിന് ഈശ്വരനോടും പ്രപഞ്ചശക്തിയോടും നന്ദി പറയുകയും കൂടുതൽ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായി നിങ്ങൾ പരിശ്രമിക്കുകയും വേണം. അത് മറ്റൊന്നും കൊണ്ടല്ല, ഭാഗ്യമൊപ്പമുള്ളപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേട്ടങ്ങൾ സമ്മാനിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി രണ്ടാമതായി ഈ ബുധനാഴ്ച ചൊവ്വയുടെ സ്വാധീനം വളരെ ഗുണകരമായി വരുന്നതിനാൽ ജീവിതത്തിൽ ചില ഭാഗ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയുടെ ലഗ്നഭാവത്തിലൂടെയുള്ള ചൊവ്വയുടെ ഈ സംക്രമണം പ്രതീക്ഷിക്കുന്നതിലും വളരെ മികച്ച രീതിയിലുള്ള ചില ഫലങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് നൽകുവാൻ പോകുന്നത്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ അനുഭവിച്ചു വരുന്നത് മാനസികമായ ആരോഗ്യം പോലും നഷ്ടപ്പെട്ട തരത്തിലുള്ള ചില അവസ്ഥകളാണ്. കാരണം ജീവിതത്തിലെ ചില അവസ്ഥകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അതായത് ഓരോ ദിവസവും ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ അത്രത്തോളം തളർത്തിക്കളയുന്നവയും നിങ്ങളുടെ ജീവിതത്തോടുള്ള പ്രതീക്ഷയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ളവയുമാണ്. എന്നാൽ അത്തരത്തിൽ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർ എത്ര വലിയ പരിഹാരം കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നേരിട്ട് വന്നിരുന്നത് എങ്കിലും ഈ ചൊവ്വയുടെ ഭാഗ്യകരമായ സഞ്ചാരം നിങ്ങൾക്ക് ഗുണകരമായി വരുന്നതോടെ ആ ഒരു ദുരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുമെന്നത് ഒരു സംശയവുമില്ലാതെ പറയുവാൻ കഴിയുന്ന കാര്യമാണ്. ഇതിൽ ഈ നവംബർ 12-ാം തീയതി ബുധനാഴ്ച ചൊവ്വയുടെ അനുഗ്രഹഭാവം കൊണ്ട് ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു മികച്ച മാറ്റം കാണുവാൻ കഴിയും. അതായത് ചില വ്യക്തികൾക്ക് കുറച്ച് നാളുകളായി നിങ്ങൾ കടം വാങ്ങിയിട്ടും തിരികെ കൊടുക്കുവാൻ കഴിയാതിരുന്ന ചില തുകകൾ വാങ്ങിയവർക്ക് തിരികെ നൽകി ആ കടം വീട്ടുവാനും ഒപ്പം തന്നെ മറ്റു ചില വ്യക്തികൾക്ക് നിങ്ങൾ കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാതിരുന്ന തുകകൾ തിരികെ നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുവാനും പോവുകയാണ്. അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരികെ എത്തുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും പരിഹാരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കുവാനുമുള്ള യോഗമാണ് ഇതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ഇനി ഈ നവംബർ 12-ാം തീയതി ബുധനാഴ്ച ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ തരത്തിലുള്ള പോസിറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് വസ്തു വാങ്ങൽ, വിൽപ്പന എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെയധികം കാര്യതടസ്സങ്ങൾ അനുഭവിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളിൽ
നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുകയും ഒപ്പം തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ഉപരിയായി ഒരു ധനനേട്ടം അതിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുവാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ശ്രമമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഒരു ശുഭകരമായ നേട്ടം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നേടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ള എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക തന്നെ വേണം. ഇനി അതുപോലെ കുംഭം രാശിക്കാരിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് ബിസിനസ്സിലേക്ക് ചില പുതിയ ആശയങ്ങൾ കൊണ്ടുവരുവാനും ചില പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് ഉതകുന്ന തരത്തിൽ വരുത്തിയെടുക്കുവാനും ഈ ഒരു സമയത്ത് കഴിയും. മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന വരുമാനത്തേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരു ലാഭമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു മാറ്റം ഈ നവംബർ 12-ാം തീയതി ബുധനാഴ്ച ചൊവ്വയുടെ സ്വാധീനം വരുന്നതോടെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. മാത്രമല്ല, കുറച്ച് നാളുകളായി ജോലി നഷ്ടപ്പെട്ട് വീണ്ടും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനായി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചില കുംഭം രാശിക്കാരും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലി നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ഈ ഒരു കാലയളവ് അതികഠിനമായിരുന്നു. ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ ചില വ്യക്തികൾ നിങ്ങളുടെ ഈ ദുരവസ്ഥയെ പരമാവധി മുതലെടുക്കുന്നുമുണ്ട്. അതായത് ഇല്ലായ്മയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ തരത്തിലുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ കുറച്ച് നാളുകളായി അനുഭവിക്കേണ്ടി വന്നു. മാത്രമല്ല, പലപ്പോഴും പണം കയ്യിലില്ലാത്തതിനാൽ നിങ്ങളുടെ ചില ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും പോലും നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും വീണ്ടും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനും ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്നതിലും മികച്ച ഒരു വരുമാനം നേടിയെടുക്കുവാനുമുള്ള യോഗം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കൈവരും. ഇനി അതുപോലെ തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്കും ഈ ഒരു സമയം വളരെ മികച്ചതാണ്. കുട്ടികൾക്കും കുട്ടികളുടെ മാതാപിതാക്കൾക്കും അവരുടെ ചില കഴിവുകൾ തിരിച്ചറിയുവാനും മക്കളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് മാതാപിതാക്കൾക്ക് അവരെ ചില പുതിയ മേഖലകളിലേക്ക് എത്തിക്കുവാനുമുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് ഉണ്ടാകും. ഇനി അതുപോലെ ചില മത്സര പരീക്ഷകൾക്ക് വേണ്ടിയൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും പരീക്ഷകൾ എഴുതിയതിനു ശേഷം അതിൻ്റേതായ ഒരു ഫലം വരുവാനായി കാത്തിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്കും ഈ ഒരു സമയം ഏറ്റവും ഗുണകരമായിരിക്കും. ഇനി ഇതിൽ ചില സാധാരണക്കാരായിട്ടുള്ള ചില വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങൾ മാസവരുമാനം ഉണ്ടാക്കുന്നവരോ മാസശമ്പളം വാങ്ങുന്നവരോ അല്ല. അതായത് ഒരു ദിവസത്തെ വരുമാനം കൈപ്പറ്റുകയും ഓരോ ദിവസത്തെയും ആവശ്യങ്ങൾ എങ്ങനെയൊക്കെയോ നിറവേറ്റി നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ഗുണകരമായ സമയം നിങ്ങൾക്ക് വരുവാൻ പോകുന്നു എന്നുള്ളത് ഫലപ്രകാരം നിങ്ങളോട് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും ഈ ഒരു ഭാഗ്യമുണ്ടാകുമെന്നത് അവിശ്വസനീയമായിരിക്കും. എന്നാൽ നിങ്ങൾ എത്ര ചെറിയ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് വരുമാന വർധനവും സാമ്പത്തികമായ നേട്ടങ്ങളും ഈ ഒരു സമയത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സുഖ സൗകര്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ജീവിത നേട്ടങ്ങളും നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാകുവാൻ പോകുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് ഈ ചൊവ്വയുടെ ഗുണകരമായ സംക്രമണം കൊണ്ട് വന്നു ചേരുന്നത്. ഇനി ഈ നവംബർ മാസം 12-ാം തീയതി ബുധനാഴ്ച ചൊവ്വയുടെ സംക്രമണ ഫലമായി വളരെയധികം ഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. നിലവിൽ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്ന ചില സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഉടനെയെങ്ങും സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് സ്വയം വിശ്വസിക്കുന്ന ചില വ്യക്തികളാണ് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാരിൽ ഭൂരിപക്ഷവും. അതായത് ഇത്തരത്തിൽ നിങ്ങൾ നെഗറ്റീവായി ചിന്തിച്ചു പോകുന്നതിൽ നിങ്ങളെയും തെറ്റു പറയുവാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. കാരണം എല്ലാ മനുഷ്യരും തന്നെ ജീവിതത്തിലെ നിലവിലുള്ള സാഹചര്യത്തിനനുസരിച്ചാണ് മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി ഒരു കണക്ക് കൂട്ടലിൽ എത്തുന്നത്. അത്രമാത്രമേ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. എന്നാൽ അത്തരത്തിലുള്ള നിങ്ങളുടെ എല്ലാ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയും മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ചൊവ്വയുടെ അനുഗ്രഹഭാവം കൊണ്ട്
തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില മാനസിക വിഷമതകളുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, ചില വ്യക്തികൾ കരയാതെ ഉറങ്ങുന്ന ഒരു ദിവസം പോലുമില്ല. എല്ലാ രീതിയിലും നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയും ചില പരാജയങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ എല്ലാം കൊണ്ടും മനസ്സ് നിറഞ്ഞ അവസ്ഥയിൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുലാം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി തിരികെ പിടിക്കുവാനും കൂടുതൽ ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയവുമായിരിക്കും ഇത്. ഇനി അതുപോലെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാവുകയും ഒരു വിധത്തിലും സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ ശ്വാസം മുട്ടി ജീവിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് കുടുംബം എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. എന്നാൽ കുറച്ച് നാളുകളായി നിരന്തരം പല പ്രശ്നങ്ങളും ഉടലെടുക്കുകയും കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ചിലരുടെ ദാമ്പത്യ ജീവിതത്തെ തന്നെ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അത്തരത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നതിനാൽ ജീവിത പങ്കാളിയെ വരെ നഷ്ടപ്പെടുമോ എന്ന് ചില ആളുകൾ ഭയക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും ഈ ചൊവ്വയുടെ ഗുണകരമായ സ്വാധീനത്താൽ അകന്നു പോവുകയും വളരെയധികം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിത സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ ഈ നവംബർ 12-ാം തീയതി ബുധനാഴ്ച ചില ഭാര്യാഭർത്താക്കന്മാർ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വളരെ ഗുണകരമായി വരികയും ചെയ്യും. ഇനി എടുത്തു പറയേണ്ടത്, ഈ ചൊവ്വയുടെ സ്വാധീനം കൊണ്ട് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് സാമ്പത്തിക മേഖലയിൽ വരുവാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയാണ്. അതായത് ഒരു വിധത്തിലും ഇനി ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഉടനെയെങ്ങും കരകയറുവാൻ കഴിയില്ല എന്ന ധാരണയിലിരിക്കുന്ന ചില തുലാം രാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. മറ്റു ചിലരാണെങ്കിൽ സ്വന്തം വീടും പുരയിടവും വരെ ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന അവസ്ഥയാണ് നേരിടുന്നത്. എന്നാൽ ഈ ശുഭസമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ കഴിയുകയും നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ കരുതിയിരുന്ന നിങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെടാതെ സുരക്ഷിതമായി വയ്ക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ചില തുലാം രാശിക്കാർക്ക് ദീർഘകാലമായി നിങ്ങളുടെ ആരോഗ്യവും സമ്പാദ്യവുമെല്ലാം നഷ്ടപ്പെടുന്ന തരത്തിൽ ചില നിയമപ്രശ്നങ്ങളുടെ പുറകെ നെട്ടോട്ടമോടേണ്ടി വരുന്നുണ്ട്. ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുള്ളതാണ് ഇപ്പോഴുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ. അത്തരത്തിൽ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് ഈ ഒരു സമയത്ത് നിങ്ങളിൽ കാണുന്നത്. അതായത് പ്രശ്നം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ തീർച്ചയായും ഈ ചൊവ്വയുടെ ഗുണകരമായ സ്വാധീനം സിദ്ധിക്കുന്ന സമയത്ത് ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയും. ഇത്തരത്തിൽ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം പോസിറ്റീവായ മാറ്റങ്ങളായിരിക്കും സൃഷ്ടിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ചില തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ തരത്തിലുള്ള പ്രതിസന്ധികൾ കുറച്ച് നാളുകളായി നേരിടേണ്ടി വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെ ഈ ഒരു കാര്യം തടസ്സമാണ്. അങ്ങനെ ഒരു പ്രശ്നം നേരിടുന്ന തുലാം രാശിക്കാർക്കും ഈ ഒരു സമയം ആ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കാണുവാൻ കഴിയും. ഇനി തുലാം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി നോക്കുമ്പോഴും ഈ ഒരു സമയത്ത് മികച്ച അനുഭവങ്ങൾ മാത്രമാണ് കാണുന്നത്. അപ്പോൾ എല്ലാ വിധത്തിലും ജീവിതത്തിൽ ചില സന്തോഷങ്ങളും ചില പുരോഗതിയുടെ അനുഭവങ്ങളും തുലാം രാശിക്കാർക്ക് ഉണ്ടാകുവാൻ പോകുന്ന സമയം തന്നെയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും പല സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള ഒരു സമയമായിട്ടാണ് ഈ ചൊവ്വയുടെ ഗുണകരമായ സംക്രമണം സംഭവിക്കുന്ന സമയം കണക്കാക്കപ്പെടുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും
പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.